ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 3 മണിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ സമയമായിട്ടുണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് കുഞ്ഞായെ വിളിച്ചുകൊണ്ട് വരാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പാലത്തേടെ വെള്ളമൊക്കെ കയറി കാണും. രാവിലെ ഞങ്ങൾ വിടാൻ പോയപ്പോൾ പാലത്തെ വെള്ളം കയറാനായിട്ട് തുടങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പം കയറി കാണും. രാവിലെ തൊട്ട് നിർത്താതെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോയ്ക്കാണ് പോകുന്നത്. നല്ല മഴയാണ് കേട്ടോ. രാവിലെ ഈ ഒരു ചെറിയൊരു പാലമുണ്ട്. നിങ്ങൾക്കൊക്കെ എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. അപ്പം ആ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പാലം കടന്നാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ പാലത്തേൽ രാവിലെ വെള്ളം തൊട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കാവേ. എനിക്ക് പേടിയായിരുന്നു ഗൈസ്, സത്യം പറഞ്ഞാൽ. ആ പാലത്തിൽ കൂടെ നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ. വണ്ടിക്കകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, ഓട്ടോയ്ക്കകത്ത്. എന്നിട്ട് ഇതാ നമ്മൾ ആ മെയിൻ റോഡ് കയറി പൊക്കോണ്ടിരിക്കുവാണ് കുഞ്ഞാടെ അംഗൻവാടിയിലേക്ക്. താന്നിമൂട് കഴിഞ്ഞ് വേണം കേട്ടോ അംഗൻവാടിയിലോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വഴി വരുന്നില്ല കേട്ടോ. കോമ്പയാർ റൂട്ട് ഉള്ള ആ റോഡിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ വേറൊരു വഴി കൂടെ കയറി വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ താന്നിമൂട് പാലമാണ്. അവിടെയും നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇത് ആ താഴോട്ട് ഇറങ്ങി പോകുന്ന ഇതിൻ്റെ അവിടെ എല്ലാം വെള്ളമാണ്, നിറച്ച് വെള്ളമാണ്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം കയറുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ വെള്ളത്തിൻ്റെ ഒന്നും പേടിക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും പേടിക്കണ്ട, നമ്മുടെ വീട്ടിലൊന്നും വെള്ളമൊന്നും കയറത്തൊന്നുമില്ല. പിന്നെ ഇത് നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടവും ഇത് കോമ്പയാർ പോകുന്ന റൂട്ടുമാണ് കേട്ടോ. ഇതുവഴി മുണ്ടിയരുമയ്ക്കൊക്കെ പോകാം. അപ്പോൾ അതാ നമ്മൾ കുഞ്ഞാടെ അംഗൻവാടിയിലോട്ട് ചെല്ലുകയാണ്. അപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാടെ അംഗൻവാടിയിലോട്ട് എത്തിയിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് അംഗൻവാടിയൊക്കെ ടീച്ചർ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പം ഈ ജനലിൽ കൂടെ നോക്കി അറിയാൻ കുഞ്ഞ് അവിടെ വന്ന് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇറങ്ങി ഒന്ന് കതകൊക്കെ തുറന്ന് ഒന്ന് കയറി നമുക്ക് അവനെ വിളിക്കാവേ. അപ്പം ഞാൻ അതാ ഇറങ്ങി പോവുകയാണ്. അപ്പം അതെ, നല്ല തെറ്റലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് തെന്നി, രണ്ടാമതും ഒന്ന് തെന്നി കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ടും കതക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ടീച്ചർ അകത്ത് കുറ്റിയിട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ തുറന്നു, ഞാൻ അകത്തൊന്നും കയറിയില്ല. അതിനിപ്പുറം കുഞ്ഞാ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ അതാ ഇന്ന് അവൻ്റെ ബാഗ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ഞാൻ ബാഗ് കൊടുത്തു വിട്ടില്ല. സ്വെറ്ററൊക്കെ ഇട്ടാണ് വിട്ടത്. പിന്നെ അതേ സ്ലേറ്റ് എടുക്കാനായിട്ട് അകത്തോട്ട് ഓടിപ്പോയേക്കുവാണ് കേട്ടോ. ഒരു കുഞ്ഞി പെണ്ണ് അവിടെ വാതൊക്കെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാടെ ഫ്രണ്ടാണ്. ഇന്നലെയാണ് കേട്ടോ, പുതിയ അഡ്മിഷനാണ്. അപ്പം അവളോട് സംസാരിച്ച് ടാറ്റയൊക്കെ കൊടുത്തു. എല്ലാ പിള്ളേരും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 3-4 പേരെ ഉള്ളായിരുന്നു. പിന്നെ ടീച്ചറുമായിട്ട് കുറച്ച് സംസാരിച്ചിട്ട് കുഞ്ഞ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സ്ലേറ്റൊക്കെ എടുത്ത് തന്നു. ആ കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടുന്ന് അംഗൻവാടിയിൽ നിന്ന് ഒരു വണ്ടി അടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞ് തിരിച്ചു കൊണ്ട് വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും കളിക്കാനുള്ളതല്ലേ. ഇഷ്ടംപോലെ വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്. എന്നാലും കുഞ്ഞായിക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ വണ്ടി കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് വേണം. എന്നിട്ട് അന്നേരത്തേനുള്ള ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് അവനത് ഒന്നും വേണ്ട. എന്നിട്ട് നമ്മളിതാ വേറെ ഒരു വഴി കൂടാണ് കേട്ടോ വരുന്നത്. നമ്മൾ കോമ്പയാർ റൂട്ട് വന്നിട്ട് അത് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ഇടവഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ മുണ്ടിയരുമയ്ക്ക് പോകുന്നൊരു റൂട്ടുണ്ട്. അതിൽ നിന്നും ഒരിടവഴിയുണ്ട്. അതിലേ കയറിയാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുഞ്ഞാടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, സുന്ദരിയുടെ വീട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞായിക്ക് ഒരു ഫ്രണ്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളെ. അപ്പം നമ്മുടെ കുടുംബയോഗത്തിലുള്ള ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ ആ ചേച്ചി. ഞങ്ങളും നല്ല കൂട്ടാണ്. കുഞ്ഞായും അതുപോലെ തന്നെ അവളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. സുന്ദരി എന്ന് ഞാൻ വിളിച്ച അവൾക്കിപ്പോൾ സുന്ദരി എന്നാണ് കേട്ടോ. ഇവൻ പറയുന്ന സുന്ദരിയാണ്. ഇതാണ് കേട്ടോ സുന്ദരിയുടെ വീട്. ആ വളവ് തിരിഞ്ഞ് വന്നതേ അവൻ പറഞ്ഞു അമ്മ സുന്ദരിയുടെ വീടെത്തിയെന്നേ. ഇതാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്. ഞാൻ നോക്കി, അവിടെ പുറത്തൊന്നും അവരെ ആരെയും കണ്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ അവരെ കൂടി കാണിച്ചു തരായിരുന്നു. അവരാരും ഇല്ലായിരുന്നു. അവൾ മുണ്ടിയരുമ അംഗൻവാടിയിലാണ് കേട്ടോ അവളെ വിടുന്നത്. അവർക്ക് ഇവിടുന്ന് മുണ്ടിയരുമയ്ക്ക് പോകുന്നതാണ് കേട്ടോ കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പുകളാണ്. അപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട് കയറിയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ആറ് കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, കണ്ടോ? ഇഷ്ടംപോലെ വെള്ളമാണ്, നിറഞ്ഞു ഒഴുകുവാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കലക്ക വെള്ളമാണ്, നല്ല കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന വെള്ളം. ഇത് കണ്ടോ. നമ്മളങ്ങനെ ഈ റോഡിൽ കൂടെ തന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മൾ ആ പാലം കയറിയില്ലേ ആ വഴിയിലോട്ടാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ആദ്യം ഒരു ഇറക്കം ഇറങ്ങി കഴിയുമ്പോഴത്തേന് 2 വഴിയുണ്ട്. ഒരെണ്ണം ലെഫ്റ്റിലേക്ക് ഒരെണ്ണം റൈറ്റിലേക്ക്. നമ്മൾ നേരെ റൈറ്റിലേക്കാണ് പാലം കയറി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ കൂടാണ് കേട്ടോ, നമ്മൾ തിരിഞ്ഞാണ് കേട്ടോ വന്നത്. അപ്പോൾ അതാ ഒരു കാറ് അങ്ങോട്ട് പോകണമായിരുന്നു. അതിനായിട്ട് വേണ്ട വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം കണ്ടിട്ടും ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് പോയപ്പോൾ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിലേ അങ്ങ് പോയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ വേറെ റോട്ടിൽ കൂടെ ഇങ്ങ് പോകുന്നു. ഇനി നമുക്ക് പാലം ഒന്നും കയറേണ്ട കാര്യമില്ല, നേരെയുള്ള ആ റോട്ടിൽ കൂടെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയാൽ മതി കേട്ടോ. ഇവിടെ കാണാനായിട്ടൊക്കെ 1-2 പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ട ആ മരത്തിന്റെ ആ ചില്ലകളൊക്കെ വന്ന് കിടക്കുന്നത് ഇതുപോലെ ആ ചേട്ടന്മാര് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് തങ്ങിയിരുന്ന് വെള്ളം പിന്നെയും കൂടത്തല്ലേ ഉള്ളൂ, ഒഴുകാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഒരു ചേച്ചി പണിക്ക് പോയിട്ട് അവിടെ അകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ആ ചേച്ചിയെ നല്ലതായിട്ട് തേണ്ടേ രക്ഷിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. വരണം പുള്ളിക്കാരി പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വേണ്ട കിടക്കുന്ന പാലത്തെ വെള്ളം. അപ്പം ഒരു ചേട്ടൻ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരിയാണ്. നമ്മുടെ ഇവിടെ തേങ്ങ ഇടാനും അതുപോലെ തന്നെ മരം മുറിക്കാനും ഒക്കെ വരുന്ന ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്താണ്ട് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ചേട്ടന്മാരാണ്. ഈ ചേച്ചിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ, കണ്ടിട്ടില്ല ഇതുവരെ. പുള്ളിക്കാരി എന്തായാലും പണിക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞായെ വിളിച്ചുകൊണ്ട് സേഫായിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും മഴയാണ്. ഇടുക്കി ജില്ലയ്ക്കൊക്കെ റെഡ് അലേർട്ടായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുക. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അടുത്ത വീട് നമ്മുടെയാണ്. അപ്പം നമ്മുടെ വഴിയൊക്കെ എത്തിയിട്ടുണ്ട്. കുഞ്ഞായെ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം കുഞ്ഞായുടെ അച്ഛയ്ക്ക് സ്റ്റാൻഡിൽ പോകാനായിട്ട്. അപ്പം നമ്മളെ വിടുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മളപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ കുഞ്ഞായെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ അവിടെ നിന്നേ. കുഞ്ഞാടെ അച്ഛയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങളെ ആരേലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടും ഒക്കെ ആറ്റിക്കൂടെ രക്ഷിച്ചുകൊണ്ട് വരേണ്ട ഗതി വന്നേനേം കേട്ടോ. പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് വിട്ടതില്ലെങ്കിൽ പിന്നെ വിടത്തില്ലായിരുന്നു കേട്ടോ, മഴയായതുകൊണ്ട്. അപ്പം വീടെത്തി ഗൈസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ അച്ഛയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഓടുവാണ് കേട്ടോ. നന്നായിട്ട് മഴ ചാറുന്നുണ്ട്, വീഡിയോയിൽ കാണാത്തതാണ് കേട്ടോ. ഞാൻ നിക്കടാ എടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല, ഓടുവാണ്. ചാച്ചിയോടും അമ്മച്ചിയോടും അവൻ താഴെ പാലത്തെ വെള്ളം കയറിയ കഥ ഇനി കുറേ നേരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിനുവേണ്ടി ഓടിപ്പോവാണ് കേട്ടോ. എന്നേക്കാൾ മുന്നേ അമ്മ പയ്യെ വന്നാൽ മതി, അമ്മ അവരോട് പറയണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. നീ ഓടിയില്ലേലും ഞാൻ പറയത്തില്ലടാ, ഓടല്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയി കയറി അവരോട് പറയുവാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ്, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.